കണ്ണൂർ കൊട്ടിയൂരിലിത് ഓടപ്പൂക്കാലമാണ്. ഇവിടെ ദർശനത്തിനെത്തി മടങ്ങുന്ന ഭക്തർ പ്രസാദമെന്നോണം ഈ പൂക്കളുമായാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്തുള്ള നൂറുകണക്കിന് ആളുകളുടെ ഒരു വർഷത്തെ വരുമാനമാർഗം കൂടിയാണ് ഈ ഓടപ്പൂക്കൾ. കത്തിയെരിയുന്ന ഗ്രീഷ്മകാലത്തിന്റെ വറുതിയിൽ നിന്നും ഭക്തമനസ്സുകളിൽ ആശ്വാസത്തിന്റെ നിർവൃതിദായകമായ കുളിർമഴ പെയ്യുന്നതോടെ കൊട്ടിയൂരിൽ ഓടപ്പൂക്കൾ വിരിയും. സ്റ്റാളുകളിൽ പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കും. ഓടപ്പൂവെന്ന പേര് കേട്ട് ഓടയുടെ പൂവാണെന്ന് കരുതേണ്ട. വയനാടൻ മലനിരകളിൽ നിന്നും ശേഖരിക്കുന്ന ഈറ്റകൾ പാകത്തിന് മുറിച്ചെടുത്ത് വെള്ളത്തിലിട്ട് ചതച്ച് കമ്പിച്ചീർപ്പുകൊണ്ട് ചീകിയെടുത്താണ് ഓടപ്പൂക്കളുടെ നിർമ്മാണം. വനംവകുപ്പ് നൽകുന്ന പ്രത്യേക അനുമതിയോടെയാണ് ഈറ്റകൾ വെട്ടുന്നത്. നൂറുകണക്കിന് ആളുകളുടെ ഒരു വർഷത്തെ വരുമാനമാർഗം കൂടിയാണ് ഈ ഓടപ്പൂക്കൾ. ഓടപ്പൂവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇങ്ങനെയാണ്. പരമശിവന്റെ ഭാര്യ സതിയുടെ പിതാവായ ദക്ഷൻ പ്രജാപതിമാരുടെ സമ്മേളനത്തിനായി എത്തി. മുനിമാരും ദേവന്മാരും എഴുന്നേറ്റ് നിന്ന് ദക്ഷനെ വണങ്ങി. എന്നാൽ പരമശിവൻ ഇരുന്നിടത്ത് നിന്ന് അനങ്ങിയില്ല. ഇതിൽ കുപിതനായ ദക്ഷൻ സദസ്സിൽ വെച്ച് ശിവനെ നിന്ദിച്ചു. ദേവന്മാരോടൊപ്പം യാഗപ്രസാദം കഴിക്കുന്നതിൽ നിന്നും ദക്ഷൻ ശിവനെ വിലക്കി. ശിവൻ ദക്ഷനെ ശപിച്ചു. ഭഗവത് മഹത്വമറിയാത്ത ദക്ഷൻ ആടിന്റെ മുഖമായി നടക്കാൻ ഇടവരട്ടെ എന്നായിരുന്നു ശാപം. ദക്ഷൻ തന്റെ ശാപമുക്തിക്കു വേണ്ടി ബൃഹസ്പതി സവമെന്ന യാഗം ആരംഭിച്ചു. ലോകത്തെ മഹാത്മാക്കളെ എല്ലാവരെയും ക്ഷണിച്ചു. പത്നി സമേതം ദേവന്മാർ യാഗസ്ഥലത്തേക്ക് പുറപ്പെടുന്ന വിവരം ശിവപത്നിയായ സതിയുമറിഞ്ഞു. യാഗത്തിന് തന്നെയും കൂട്ടി പോകണമെന്ന് സതി ശിവനോട് അപേക്ഷിച്ചു. എന്നാൽ പരമശിവൻ മിണ്ടിയില്ല. സതി ശിവന്റെ മനസ്സലിയാൻ ന്യായവാദങ്ങൾ നിരത്തി. അച്ഛന്റെ ഗൃഹത്തിൽ മഹോത്സവം ഉണ്ടായാൽ ക്ഷണമില്ലാതെ പോകാം. പ്രജാപതിമാരുടെ സത്രത്തിൽ വെച്ച് നിന്റെ അച്ഛൻ എന്നെ ആക്ഷേപിച്ചില്ലേ? അതൊന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. അതിനാൽ നീ പോകരുത്. പോയാൽ നീ അപമാനിതയാകും. ദക്ഷപുത്രിയുടെ സ്ത്രീ സ്വഭാവം നിമിത്തം യാഗത്തിന് പുറപ്പെടുക തന്നെ ചെയ്തു. ശിവപാർഷദന്മാർ അവരെ അനുഗമിച്ചു. യജ്ഞശാലയിലെത്തിയ സതിയെ ദക്ഷൻ ഗൗനിച്ചില്ല. അച്ഛന്റെ അപമാനം സതി സഹിച്ചെങ്കിലും യജ്ഞത്തിലെ ഹവിർഭാഗം തന്റെ ഭർത്താവിന് വെക്കാത്തതിനാൽ സതി കോപിച്ചുകൊണ്ട് പറഞ്ഞു, സർവാത്മാവായ ഭഗവാനോട് അച്ഛനല്ലാതെ മറ്റാരാണ് വിരോധം കാട്ടുക? അവരുടെ പാദം പോലും സ്പർശിക്കാൻ അത്തരക്കാർ അർഹരല്ല. വിശ്വബന്ധുവിനോടാണോ വിരോധം കാട്ടുന്നത്? അങ്ങയുടെ പുത്രിയായതിൽ ഞാൻ ലജ്ജിക്കുന്നു. അതിനാൽ ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുന്നു. ശിവനെ മനസ്സിൽ ധ്യാനിച്ച് യക്ഷന്റെ യാഗാഗ്നിയിൽ സതി സ്വയശരീരം ഹോമിച്ചു. സതി ദേഹത്യാഗം ചെയ്തുവെന്നറിഞ്ഞ ശിവൻ കോപത്തോടെ തന്റെ ജട നിലത്തടിച്ചു. അതിൽ നിന്നും ഉഗ്രരൂപിയായ വീരഭദ്രർ പ്രത്യക്ഷപ്പെട്ടു. ശിവനിർദ്ദേശം കേട്ടയുടൻ വീരഭദ്രർ യാഗശാലയിലെ പ്രജാപതിമാരെയും ആക്രമിച്ചു. അഗ്നികെടുത്തി യജ്ഞശാല പാടെ തകർത്തു. ഒടുവിൽ യജ്ഞാചാര്യൻ ഭൃഗുമുനിയുടെ താടി പറിച്ചെടുത്തെറിഞ്ഞു. ബാവലിപ്പുഴയ്ക്കക്കരെ കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിലാണത്രേ താടി ചെന്നു പതിച്ചത്. അങ്ങനെ യാഗത്തിന്റെ സ്മരണയ്ക്കും ഭൃഗുമുനിയുടെ താടിയാണെന്ന് സങ്കല്പിച്ചുമാണ് ഭക്തജനങ്ങൾ ആദരപൂർവ്വം ഓടപ്പൂക്കൾ കൊണ്ടുപോകുന്നത്. ദർശന സാഫല്യത്തിന്റെ പ്രതീകം കൂടിയാണ് ഈ ഓടപ്പൂക്കൾ. ഒരു വിശ്വാസമാണ്. നമ്മളിപ്പം ശബരിമല ചെന്നുണ്ടെങ്കിൽ അരവണ മേടിക്കല്ലേ എന്ന് പറഞ്ഞാൽ ഓടപ്പൂ കൊട്ടിയൂരിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് നമ്മൾ വേറൊരു ഉത്സവത്തിന് പോലും ഇത് കിട്ടിയില്ല, വേറൊരു അമ്പലങ്ങളിൽ കിട്ടിയില്ല, ക്ഷേത്രങ്ങളിലൊന്നുമില്ല. കൊട്ടിയൂർ മാത്രമേ ഉള്ളൂ. അത് ഈ ഉത്സവത്തിന് മാത്രം, അല്ലാണ്ട് ഇത് പിന്നെ വിൽക്കില്ല. ഇത് ഉത്സവ സീസണിൽ മാത്രം, ഉത്സവ ടൈം മാത്രം, അല്ലാതെ ഒരു സമയത്തും ഓടപ്പൂവില്ല. ഒരു ക്ഷേത്രങ്ങളിൽ പോലും ഇത് കിട്ടുകയില്ല. അതാണ് ഈ കൊട്ടിയൂരിൻ്റെ പ്രത്യേകത. ഇത് മേടിക്കാതെ പോവില്ല. കൊട്ടിയൂർ വരുന്നത് ഓടപ്പൂ മേടിക്കും. നമ്മൾ എവിടെ ചെന്നാലും, ഇപ്പം തിരുവനന്തപുരത്ത് ചെന്നാലും ഒരു വീടിൻ്റെ തിണ്ണയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇത് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട അവരോട്, നിങ്ങൾ കൊട്ടിയൂർ വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് ചോദിക്കാം, നിങ്ങൾ കൊട്ടിയൂർ വന്നിട്ടില്ല എന്ന് ചോദിക്കുക. ഉത്സവത്തിന് വന്നവരാണെന്നും അതിൻ്റെ ഒരു ഇതാണിത്. ഇതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ദക്ഷൻ്റെ താടിയായിട്ടാണ് ഇതിനെ സങ്കല്പിക്കുന്നത്. അതായത് ശിവൻ താടിക്ക് പിടിച്ച് എറിഞ്ഞതായിട്ടാണ് ഇത്. അതിൻ്റെ ഇതായിട്ട് ഓടപ്പൂ, അതായത് ഇതാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. ദക്ഷൻ്റെ താടിയായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വരുന്ന ഭക്തർ ഇവിടെ വന്നിട്ട് ഇത് മേടിച്ചുകൊണ്ട് പോകുന്നത്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര അങ്ങനെയുള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ളവർ വരും. ഇപ്പം ശബരിമല പോലെ തന്നെ വർഷം ചെല്ലുന്നതോറും ഇങ്ങനെ ജനം കൂടിക്കൊണ്ടിരിക്കും, ഭക്തർ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം തമിഴ്നാട്ടുകാർ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരും വന്നു തുടങ്ങും. ആന്ധ്ര എന്നുള്ളവർ അവരും അറിഞ്ഞു കേട്ട് അവരും വന്നു തുടങ്ങി. കാലക്രമേണ നമ്മുടെ ശബരിമല പോലെ, അതായത് സ്ത്രീകളുടെ ശബരിമലയാണിത്. അല്ലെ, സ്ത്രീകളാണ് പ്രാധാന്യം. സ്ത്രീകൾ വന്നാലേ ഉത്സവമാകും. അവരുടെ വരവ് നിന്ന് കഴിഞ്ഞാൽ ഉത്സവം കഴിഞ്ഞു, സമാപിച്ചു.
ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ ശബരിമലയാണ്. നമ്മൾ ശബരിമല ആണുങ്ങളുടെ ശബരിമല പോലെ തന്നെ സ്ത്രീകളുടെ ശബരിമലയാണ്. നമ്മൾ ഈ കൊട്ടിയൂർ ആദ്യമായിട്ട് അല്ല ഈ ഓടപ്പൂവിൻ്റെ പണിയെടുക്കുന്നത്. കുറേ വർഷങ്ങളായി. ഈ ഓട ഇവിടുന്ന് അടുത്തൊന്നും കിട്ടാനില്ല. ഇപ്പം വളരെ ദൂരെയാണ് ഈ ഓട കൊണ്ടിരുന്നത്. അത് പോയ ആൾക്കാർക്ക് ആനശല്യവും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് കിട്ടാനില്ലാത്ത ഒരു അവസ്ഥയിലാണ്. ഇത്രയുള്ള ചെറിയ പൂക്കളാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ഓടയില്ല. ഈ കൊല്ലത്തെ വെയിലും കാലാവസ്ഥയൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ഓട കിട്ടാൻ ഭയങ്കര വിഷമമാണ്. പിന്നെ പൂവിന് വിലയുണ്ട്. പക്ഷേ വരുന്ന ജനങ്ങൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അവർക്ക് വില കുറഞ്ഞ് പണ്ടത്തെ പോലെ തന്നെ കിട്ടണമെന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ നമ്മൾ ഈ കാലാവസ്ഥയ്ക്ക് ഓട അങ്ങനെ കിളിക്കില്ല. മഴയുണ്ടെങ്കിലല്ലേ ഓട കിളിക്കുള്ളൂ. മഴയില്ലാത്തതുകൊണ്ട് ഓട ചെറിയ ഓടയായിട്ടാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ കൊച്ചുമക്കളും മക്കളും എല്ലാവരും ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്.